ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ദിയൂസ് ഹാപ്പി വേൾഡ്. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോ താരൻ മാറി കിട്ടാനുള്ള ഒരു ഒറ്റമൂലിയാണ് കേട്ടോ. ഒറ്റമൂലി എന്ന് പറയുമ്പോൾ അത്രയ്ക്കും നല്ല ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഓയിൽ തന്നെയാണിത്. ഒരുപാട് പേര് പറയുന്ന കാര്യമാണ്. ഒരുപാട് കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കി, എന്നിട്ടും താരന് ഒരു മാറ്റവും ഇല്ല, താരൻ മാറുന്നേ ഇല്ല എന്നുള്ളത്. അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ചെയ്ത് നോക്കേണ്ട ഒന്നാണിത്. ഒറ്റ യൂസ് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും. അത്രയും നല്ല ഒരു ചേരുവ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഹെയർ ഓയിൽ തയ്യാറാക്കിയിട്ടുള്ളത്. ഹെയർ ഓയിൽ എന്ന് പറയുമ്പോൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. നമ്മുടെ വെളിച്ചെണ്ണയും നമ്മൾ ഇതിലേക്ക് മെയിനായിട്ട് എടുക്കുന്ന നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റും കൂടെയാണ് വേണ്ടത്. അപ്പോൾ അതെന്താണെന്നൊക്കെ നമുക്ക് വിശദമായിട്ട് വീഡിയോയിൽ കാണാം. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾ എന്ത് തന്നെ ചെയ്തിട്ടും മാറാത്ത താരനാണെങ്കിൽ അതൊക്കെ നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന, അതുപോലെ തന്നെ തലയിൽ ഉണ്ടാകുന്ന ചൊറിച്ചിലൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ഓയിലാണിത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുക. എങ്കിലും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതെല്ലാം മിസ്സാവാതെ കാണാൻ പറ്റും. അപ്പം നമ്മുടെ ഹെയർ ഓയിൽ തയ്യാറാക്കാൻ നമുക്ക് ആദ്യം തന്നെ വേണ്ട ഇൻഗ്രീഡിയൻ്റ് ആണിത്. ആര്യവേപ്പ് എന്നാണ് ഇതിന് പറയുക. നമ്മുടെ ഇവിടെയൊക്കെ ആര്യവേപ്പ് എന്ന് പറയും. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചിലർക്കൊന്നും ഇതിനെപ്പറ്റി അത്ര അറിയില്ല. ആര്യവേപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ വീഡിയോയിൽ ഇതിനു മുമ്പും ചോദിച്ചിട്ടുണ്ട്. ഭയങ്കരമായിട്ട് കഴിക്കുന്ന ഒരു വേപ്പാണിത്. ഭയങ്കരമായിട്ട് നല്ല കയ്പുള്ള ഒരു വേപ്പാണിത്. നമ്മൾ കറിയിലൊന്നും ഇടില്ല കേട്ടോ. നമ്മുടെ മെയിനായിട്ടും നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ടും മുടിക്ക് വേണ്ടിയിട്ടുമൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ ചിക്കൻ ബോക്സ് ഉണ്ടാകുന്ന സമയങ്ങളിലൊക്കെ ഈ ഒരു ഇല വെച്ച് തിളപ്പിച്ച വെള്ളത്തിലൊക്കെ കഴുകാറുണ്ട്. അതിനൊക്കെ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇതിന് ഇംഗ്ലീഷിൽ നീം ലീവ്സ് എന്നാണ് പറയുന്നത്. പിന്നീട് നമുക്ക് ഹെയർ ഓയിൽ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ നമ്മൾ മില്ലിലൊക്കെ ആട്ടിയിട്ടുള്ള വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം. പാക്കറ്റായിട്ട് കിട്ടുന്ന വെളിച്ചെണ്ണ അങ്ങനെ യൂസ് ചെയ്യാതിരിക്കുക, അതാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ആര്യവേപ്പ് നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളം ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ഹെയർ ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു വെളിച്ചെണ്ണയിലേക്ക് നമ്മുടെ ആര്യവേപ്പ് അരച്ചത് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് തന്നെ ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കണേ ആര്യവേപ്പ്, എന്നാലേ അതിൻ്റെ ഫുള്ളായിട്ടുള്ള ഗുണങ്ങൾ നമുക്ക് കിട്ടുള്ളൂ. എന്നിട്ട് ഞാനിത് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ തന്നെ വെക്കുകയാണ് ചെയ്യുന്നത്. പെട്ടെന്നൊന്നും എണ്ണ കാച്ചി എടുക്കുന്നില്ല. ഇങ്ങനെ തന്നെ കുറേ നേരം ഇതിലിരിക്കുന്ന സമയത്ത് ആര്യവേപ്പിൻ്റെ നീരൊക്കെ നമ്മുടെ എണ്ണയായിട്ട് നന്നായിട്ട് മിക്സായി വരും. അതുകൊണ്ട് ഇങ്ങനെ ഒരു അരമണിക്കൂർ ഞാൻ വയ്ക്കും. അതിനുശേഷമാണ് എണ്ണ കാച്ചി എടുക്കുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് ഒരൊറ്റ ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. ആര്യവേപ്പ് മാത്രം മതി. അപ്പോൾ ഞാൻ അതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വെളിച്ചെണ്ണയും ആര്യവേപ്പിൻ്റെ ഇലയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു അരമണിക്കൂർ അങ്ങനെ തന്നെ വെച്ചു. എന്നിട്ടാണ് എണ്ണ കാച്ചുന്നത്. അപ്പോൾ ഇനി എങ്ങനെയാണ് എണ്ണ കാച്ചുന്നത് നോക്കാം. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് ഞാൻ എണ്ണ കാച്ചിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് സ്റ്റീലിൻ്റെ ഒരു പാനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു വെളിച്ചെണ്ണയുടെയും ആര്യവേപ്പിൻ്റെയും മിക്സ് ആ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓൺ ആക്കി കൊടുക്കുന്നുണ്ട്. വളരെ ലോ ഫ്ലെയിമിലാണ് നമ്മൾ ഏതൊരു ഹെയർ ഓയിലും ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ലോ ഫ്ലെയിമിൽ ചെയ്തെടുക്കുക. പിന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുകയും വേണം. അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് സമയം പിടിക്കും, എന്നാലും നമ്മുടെ എണ്ണയുടെ എല്ലാ ഗുണങ്ങളും നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ എണ്ണ പാകമായി എന്ന് അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്ന ആ പതയൊക്കെ നിൽക്കും. ഇങ്ങനെ അത് തിളച്ച് ഈ പതയൊക്കെ ഇല്ലാണ്ടായി വരും. ആ ഒരു സമയത്ത് നമ്മുടെ എണ്ണ നന്നായിട്ട് റെഡി ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ ലാസ്റ്റ് അത് കാണിച്ചു തരാം. ഇപ്പോൾ ഇതാ നമ്മുടെ എണ്ണ റെഡിയായി വരുന്ന സമയത്ത് എണ്ണയിൽ ആ ഒരു പതയെല്ലാം നിന്നിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് കാണുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. കരിയാനായിട്ട് വെക്കേണ്ട. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു. ഇനി അങ്ങനെ തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. തണുത്ത ശേഷം നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. ഇനി എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നന്നായിട്ട് താരനുള്ള ആളാണെങ്കിൽ നിങ്ങൾ വേറെ ഹെയർ ഓയിലൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു ഹെയർ ഓയിൽ മാത്രം യൂസ് ചെയ്ത് നിങ്ങളുടെ സ്കാൽപ്പിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സ്കാൽപ്പിലേക്ക് അത് എത്തുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം സ്കാൽപ്പിലാണ് താരനൊക്കെ നന്നായിട്ട് പറ്റി പിടിച്ച് കിടക്കുക. അതുകൊണ്ട് തന്നെ സ്കാൽപ്പിലേക്ക് ഇത് നന്നായിട്ട് എത്തണം. നമ്മുടെ ഈ ഒരു ആര്യവേപ്പിൽ ഒരുപാട് ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളും ആൻറ്റി ഫംഗൽ ഗുണങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള താരനും അതുപോലെ വേറെ തരത്തിലുള്ള ഇറിറ്റേഷനോ അല്ലെങ്കിൽ ചൊറിച്ചിലോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കിത് യൂസ് ചെയ്യാം.
ചിലവർക്ക് തലയിലൊക്കെ ചെറിയ ചെറിയ കുരുക്കൾ പോലെയൊക്കെ കാണാം, അതുപോലെ തന്നെ നല്ല ചൊറിച്ചിലുണ്ടാവും. പിന്നെ ചൂടുകാലമാകുന്ന സമയത്തൊക്കെ ചിലവർക്ക് തലയിൽ ചെറുതായിട്ട് ഇങ്ങനെ കുരുക്കൾ വരും. അങ്ങനെയുള്ളവരൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു ഹെയർ ഓയിൽ യൂസ് ചെയ്യാം, അവർക്കൊക്കെ നല്ല മാറ്റം തന്നെ ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ നല്ലൊരു മസാജും കൂടെ കൊടുക്കണം. പിന്നെ ഏതൊരെണ്ണ നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്തും അത് നിങ്ങളുടെ തലയിൽ വെച്ചിരിക്കുന്നതിനനുസരിച്ചാണ് റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര സമയം വെച്ചിരിക്കാൻ പറ്റുമോ അത്രയും സമയം വെച്ചിരിക്കുക. 1-2 മണിക്കൂറൊക്കെ നിങ്ങളുടെ തലയിൽ ഈ ഒരു എണ്ണ വെച്ചിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന അത്ര സമയം തന്നെ വെക്കണം. ചുരുങ്ങിയത് ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങളിത് വെച്ചിരിക്കണം. അതിനുശേഷം നിങ്ങൾക്ക് കുളിക്കുന്ന സമയത്ത് കഴുകിക്കളയാം. പിന്നെ പ്രത്യേകം അറിയേണ്ട ഒരു കാര്യം, സോപ്പ്, ഷാമ്പു ഇതൊന്നും യൂസ് ചെയ്തിട്ട് കഴുകിക്കളയരുത്. നാച്ചുറലായിട്ടുള്ള എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്കിത് കഴുകിക്കളയാം. അങ്ങനെ എല്ലാ ദിവസവും ഈ ഒരു ഹെയർ ഓയിൽ യൂസ് ചെയ്യുക. നിങ്ങളുടെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഹെയർ ഓയിലിന് പകരമായിട്ട് ഈ ഒരു ഹെയർ ഓയിൽ യൂസ് ചെയ്യുക. ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങളുടെ താരനൊക്കെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ മാറിക്കിട്ടുന്നതാണ്. അപ്പോൾ താരൻ മാറിക്കിട്ടാനും തലയിൽ ഒരുവിധം എല്ലാ ഇറിറ്റേഷൻസും കാര്യങ്ങളും ഇച്ചിങ്ങും അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു ഹെയർ ഓയിലാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരുവിധം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഒരുവിധം എല്ലാവർക്കും തന്നെ നന്നായിട്ട് താരനുള്ളവരും കൂടെയാണ്. ഒരുപാട് പേര് കമൻറ്റിലൂടെ ചോദിക്കാറുള്ള കാര്യം കൂടെയാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെല്ലാവരും ഈ ഒരു ഹെയർ ഓയിൽ ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യുക. പിന്നെ പ്രത്യേകം പറയേണ്ട കാര്യം, ചിലവർക്ക് ഡൗട്ട് ഉണ്ടാവും ആര്യവേപ്പിന് പകരമായിട്ട് ആര്യവേപ്പിൻ്റെ പൊടി ചേർക്കാൻ പറ്റുമോ എന്നുള്ളത്. ചേർക്കാം, പക്ഷേ ഇത്ര തന്നെ ഗുണം നിങ്ങൾക്ക് കിട്ടില്ല കേട്ടോ. ഇത്ര പെട്ടെന്നൊരു റിസൾട്ടും കിട്ടില്ല, അതുപോലെ തന്നെ ഇത്ര നല്ല ഗുണവും കിട്ടില്ല. ആര്യവേപ്പിൻ്റെ ആ ഒരു പച്ച നീര് നമ്മുടെ എണ്ണയായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്താണ് ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്തു കൊടുക്കാം, വേറെ പച്ച ഇല കിട്ടാൻ വേണ്ടിയിട്ട് മാർഗ്ഗമൊന്നുമില്ലെങ്കിൽ. എന്നാലും റിസൾട്ട് അതിന് കുറവായിരിക്കും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.